നമസ്കാരം. 10ാം ക്ലാസ് എന്നുള്ള കടമ്പ കഴിഞ്ഞു. അതിനുശേഷം എന്ത് എന്ന് കുട്ടികൾ ചിന്തിക്കുമ്പോൾ അടുത്തത് +1 പ്രവേശനം നേടണം എന്നുള്ളതാണല്ലോ. +1 A+ നേടിയവരടക്കം വീട്ടിൽ കുത്തിയിരിക്കുന്ന ഒരു സ്ഥിതിവിശേഷം ഉണ്ടായിരിക്കുന്നു ഇക്കൊല്ലം. പലർക്കും +1 അഡ്മിഷൻ ലഭിച്ചിട്ടില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഇവിടെ ഒരു കൊച്ചുകുട്ടി, അവളുടെ വാക്കുകൾ ശ്രദ്ധേയമാണ്. കൂട്ടുകാരികളെല്ലാം ഇതാ ക്ലാസ് തുടങ്ങി സ്കൂളുകളിലേക്ക് പോയി കഴിഞ്ഞു. ഞാൻ പക്ഷേ ഇന്ന് വീട്ടിലിരിക്കണം. ഫുൾ A+ 10ാം ക്ലാസ് വിജയിച്ച പൂക്കൊട്ടൂരിലെ ഫാത്തിമ റിൻഫയുടെ വാക്കുകളാണിത്. ഇത് പറയുമ്പോൾ ഫാത്തിമയുടെ കണ്ണുകൾ നിറയുന്നുണ്ടായിരുന്നു. ഫാത്തിമയുടെ മാത്രം അവസ്ഥ അല്ല ഇത്. താനൂർ തെയ്യാല മണിലപ്പുഴ പാണാർതൊടി മുഹമ്മദ് സിനാത്ത് 9 A+ ആണ് ലഭിച്ചത്, ഒരു എയും. എന്നിട്ടും സീറ്റില്ല. ഇന്ന് +1 പ്രവേശനോത്സവം നടന്നു കഴിഞ്ഞു. മലപ്പുറം ജില്ലയിൽ 34,482 കുട്ടികളാണ് പ്രവേശനം ലഭിക്കാതെ സ്കൂളിൻ്റെ പടിക്ക് പുറത്ത് നിൽക്കുന്നത് എന്നുള്ളത് യാഥാർത്ഥ്യം. പൂക്കുട്ടൂർ പിലാക്കാൽ പട്ടണക്കടവിന് അനശ്വര ഷെരീഫിൻ്റെ മകൾ ഫാത്തിമ റിൻഫ ഇഷ്ടവിഷയമായ കമ്പ്യൂട്ടർ സയൻസിന് സമീപത്തെ 7 സ്കൂളുകളിലാണ് അപേക്ഷ നൽകിയത്. 3 അലോട്ട്മെൻറ്റിൽ ഒന്നിൽ പോലും അഡ്മിഷൻ ലഭിച്ചില്ല. സിനാൻ സയൻസിനും കൊമേഴ്സിനും അപേക്ഷിച്ചുവെങ്കിലും 3 അലോട്ട്മെൻറ്റിലും പുറത്തായി എന്നുള്ളതാണ്. തൻ്റെ കൂടെ പഠിച്ച തന്നെക്കാളും മാർക്ക് കുറഞ്ഞവർക്ക് വരെ അവസരം ലഭിക്കുന്നു. ചിലർ വലിയ തുക നൽകി അൺഎയ്ഡഡ് സ്കൂളിൽ ചേരുന്നു. വലിയ തുക നൽകി പ്രവേശനം നേടുവാനുള്ള സാമ്പത്തിക ശേഷി ഇല്ലാത്തവർ സങ്കടത്തോടുകൂടി ഇങ്ങനെ കണക്കുകൾ പറയുന്നു. കൂട്ടുകാരോടൊപ്പം പുതിയ ക്ലാസ്സിൽ പഠിക്കാൻ അവസരം ലഭിക്കാത്ത വിഷമത്തിലാണ് പലരും. മക്കളുടെ തുടർ പഠനത്തിലെ അനിശ്ചിതത്വത്തിൽ രക്ഷിതാക്കളും ഇപ്പോൾ ആശങ്കയിലാണ്. മലപ്പുറം ജില്ലയിൽ 82,446 അപേക്ഷയിൽ 50,964 വിദ്യാർത്ഥികൾക്കാണ് ഇതുവരെ പ്രവേശനം നേടാനായത്. +1 ക്ലാസുകൾ ആരംഭിച്ച ഇന്ന് അലോട്ട്മെന്റ് ലഭിക്കാത്ത വിദ്യാർത്ഥികളെയും രക്ഷിതാക്കളെയും ഉൾപ്പെടുത്തി ഓപ്ഷൻ നൽകിയ ഹയർ സെക്കൻഡറി സ്കൂളുകൾക്ക് അവരുടെ മുമ്പിൽ ഇന്ന് പ്രതിഷേധം സംഘടിപ്പിച്ചിരിക്കുകയാണ്. മലപ്പുറം വിദ്യാഭ്യാസ സംരക്ഷണ സമിതി അടക്കം ഒപ്പമുണ്ട്. പല വിദ്യാർത്ഥി സംഘടനകളുണ്ട്. അതിൻ്റെ മലബാറിലെ +1 സീറ്റ് ക്ഷാമത്തിൽ പ്രതിഷേധം ശക്തമാക്കിയതോടെ വിദ്യാർത്ഥി സംഘടനകളെ സർക്കാർ ചർച്ചയ്ക്ക് ക്ഷണിക്കുകയും ചെയ്തു. പ്രതിഷേധിക്കുന്ന വിദ്യാർത്ഥി സംഘടനകളുമായി വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി ഇന്ന് ചർച്ച നടത്തുകയും ചെയ്യും. സെക്രട്ടറിയിൽ വെച്ച് നടത്തുമെന്നാണ് അറിയിച്ചത്. മലബാറിലെ സീറ്റ് ക്ഷാമം ഇല്ല എന്നുള്ളതാണ് മന്ത്രി ആവർത്തിച്ച് പറയുന്നത്. മുഴുവൻ A+ കിട്ടിയ വിദ്യാർത്ഥികൾ പോലും 3ാം അലോട്ട്മെന്റിന് ശേഷവും സീറ്റ് കിട്ടാതെ പുറത്തു നിൽക്കുന്ന കാഴ്ച മന്ത്രി കാണുന്നില്ലേ? ഇത് വ്യാപകമായിട്ടുള്ള പ്രതിഷേധത്തിന് കാരണമായിരിക്കുകയാണ്. എന്നാൽ ചർച്ച തുടങ്ങും മുമ്പ് തന്നെ +1 സീറ്റ് വിഷയത്തിൽ രാഷ്ട്രീയ പ്രേരിത സമരമാണ് മലബാറിൽ നടക്കുന്നതെന്ന് മന്ത്രി കഴിഞ്ഞ ദിവസം കണക്കുകളെ ഉദ്ധരിച്ച് വ്യക്തമാക്കുകയും ചെയ്തിരുന്നു. അതേസമയം മലബാറിലെ +1 സീറ്റ് ക്ഷാമത്തിനെതിരെ പ്രത്യക്ഷ സമരത്തിനിറങ്ങിയ CPM അനുകൂല വിദ്യാഭ്യാസ സംഘടനയായിട്ടുള്ള SFI ഉണ്ടല്ലോ, ആ SFIയെ പരിഹസിച്ചുകൊണ്ടിരിക്കുന്നത് മറ്റാരുമല്ല, മന്ത്രി വി ശിവൻകുട്ടിയാണ്. സമരം ചെയ്യാൻ എല്ലാവർക്കും അവകാശമുണ്ട് എന്നും കുറേ നാളായി സമരം ചെയ്യാതിരിക്കുന്നവരല്ലേ സമരം ചെയ്ത് ഉഷാറായി വരട്ടെ എന്നായിരുന്നു ശിവൻകുട്ടിയുടെ പ്രതികരണം ഇതിനോട്. അവർ എന്താണ് മനസ്സിലാക്കിയത് എന്നറിയില്ല എന്നും തെറ്റിദ്ധാരണ ഉണ്ടാക്കുമെന്നും കൂടി മന്ത്രി കൂട്ടിച്ചേർക്കുന്നുണ്ട്. ഇതിനോടൊപ്പം സീറ്റ് ക്ഷാമമുണ്ടെന്നും ഉറപ്പുകൾ പാലിക്കപ്പെട്ടില്ല എങ്കിൽ മറ്റു സംഘടനകളൊപ്പം സമരത്തിനിറങ്ങേണ്ടി വരുമെന്നും SFI കഴിഞ്ഞ ദിവസം പറയുകയുണ്ടായിരുന്നല്ലോ. അതുകൊണ്ടാണ് ഇന്ന് സമരം ഉണ്ടായത്. ഇതിന് മറുപടി എന്നോണമാണ് മന്ത്രിയുടെ പരിഹാസം ഉണ്ടായിരിക്കുന്നത്. അതേസമയം മലപ്പുറത്ത് +1 സീറ്റ് ക്ഷാമമില്ല എന്ന് അദ്ദേഹം ആവർത്തിച്ച് പറയുന്നു. 17,298 പേർക്കാണ് ഇനി സീറ്റ് കിട്ടാനുള്ളത്. സപ്ലിമെന്ററി അലോട്ട്മെന്റ് കഴിയുമ്പോൾ 7,408 പേർക്ക് സീറ്റ് പ്രശ്നം അവസാനിക്കും. നാളെ വിദ്യാർത്ഥി സംഘങ്ങളുമായിട്ട് ചർച്ച നടത്തി പരിഹാരം ഉണ്ടാക്കുമെന്നൊക്കെ വി ശിവൻകുട്ടി പറഞ്ഞു വെക്കുന്നുണ്ട്. എങ്കിലും മലപ്പുറത്ത് +1 സീറ്റ് പ്രതിസന്ധി വിഷയം രൂക്ഷമാകെ വിഷയത്തിൽ ഇപ്പോൾ പ്രതികരണവുമായിട്ട് മറ്റൊരു മന്ത്രി വന്നു, പി അബ്ദുറഹ്മാൻ. മലബാറിൽ +1 സീറ്റ് ക്ഷാമം എന്നൊരു സാധനമേ ഇല്ല. ഒരു കുട്ടി 2-3 സ്കൂളുകളിൽ അപേക്ഷിച്ചതാണ് ഇങ്ങനെ പെരുപ്പിച്ചു കാണിക്കുന്നത് എന്നാണ് അദ്ദേഹത്തിൻ്റെ വാദം. അവസാന അലോട്ട്മെന്റ് കഴിഞ്ഞാൽ ഒരു കുട്ടിക്കും പുറത്തു നിൽക്കേണ്ടി വരില്ല എന്നുകൂടിയാണ് ഈ മന്ത്രി വ്യക്തമാക്കുന്നത്. മാനേജ്മെന്റ് കോട്ട അടക്കം 20,000-ഓളം സീറ്റുകൾ ബാക്കിയുള്ളതായാണ് കാണപ്പെടുന്നത്. ആവശ്യമായി വന്നാൽ കൂടുതൽ സജ്ജീകരണം നടത്തുമെന്ന് മുഖ്യമന്ത്രി അടക്കം പറഞ്ഞിട്ടുണ്ട് എന്ന് മന്ത്രി അതിനോടൊപ്പം ചേർത്ത് പറയുന്നുണ്ട്. പോളിടെക്നിക് അടക്കമുള്ള കോഴ്സുകളിലേക്കുള്ള പ്രവേശനവും നടക്കാൻ പോവുകയാണ്. പക്ഷേ ഇതെല്ലാം പൂർത്തിയായി കഴിഞ്ഞാൽ സീറ്റ് പ്രതിസന്ധി ഉണ്ടാകില്ല എന്നാണ് മന്ത്രിയായിട്ടുള്ള വി അബ്ദുറഹ്മാന്റെ കാഴ്ചപ്പാടും അദ്ദേഹത്തിൻ്റെ വിവരണവും. മലബാറിൽ 3/4 ലക്ഷം വിദ്യാർത്ഥികൾ സീറ്റില്ലാതെ പുറത്തു നിൽക്കുന്നതിനിടെ സംസ്ഥാനത്ത് +1 ക്ലാസുകൾ ഇന്ന് ആരംഭിക്കുകയും ചെയ്തു. പ്രവേശനം ലഭിക്കാത്ത കുട്ടികളുടെ കാര്യത്തിൽ 3 അലോട്ട്മെന്റുകൾ അടങ്ങുന്ന മുഖ്യഘട്ട പ്രവേശനം പൂർത്തിയായിട്ടും തീരുമാനമെടുക്കാത്ത സർക്കാർ മലബാർ മേഖലയിൽ ആവശ്യമായിട്ടുള്ള സീറ്റ് ഉണ്ട് എന്ന് കണക്ക് നിരത്താനാണ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ഇന്നുവരെയും സീറ്റില്ലാത്ത കുട്ടികൾ ഒരുപാടുണ്ട്. 3ാം അലോട്ട്മെന്റിൽ ബാക്കിയുള്ള സീറ്റിലേക്കുള്ള 2 സപ്ലിമെന്ററി അലോട്ട്മെന്റുകളാണ് ഇനി ശേഷിക്കുന്നത് എന്ന് പറയുന്നത്. ശേഷിക്കുന്ന സീറ്റുകളുടെ 3 ഇരട്ടി വിദ്യാർത്ഥികളാണ് മലബാറിൽ പുറത്തിരിക്കുന്നത് എന്നുള്ളതാണ് യാഥാർത്ഥ്യം.
ഇതോടുകൂടി വിദ്യാഭ്യാസ മന്ത്രി ശിവൻകുട്ടി കഴിഞ്ഞ ദിവസം കുറേ നിരത്തിയ കണക്കുകളൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ പൊളിഞ്ഞു പോവുകയാണ് എന്ന് പറയേണ്ടിയിരിക്കുന്നു. 3 അലോട്ട്മെന്റ് കഴിഞ്ഞാൽ സ്ഥിതി വിലയിരുത്തി ആവശ്യമായിട്ടുള്ള നടപടി സ്വീകരിക്കുമെന്നൊക്കെ വിദ്യാഭ്യാസ മന്ത്രി നിയമസഭയിൽ നൽകിയ ഉറപ്പും ഇതോടുകൂടി ലംഘിക്കപ്പെട്ടു എന്നുള്ളതാണ്. മതിയായ കുട്ടികളില്ലാത്ത 129 ബാച്ചുകൾ മധ്യ തെക്കൻ കേരളത്തിലെ സ്കൂളുകളിൽ ഉണ്ട് എന്ന് കണ്ടെത്തിയെങ്കിൽ പോലും അതിൽ തൊടാൻ സർക്കാർ തയ്യാറായിട്ടില്ല. ഇതിൽ 30 ബാച്ചുകളിൽ 10-ൽ താഴെ മാത്രം വിദ്യാർത്ഥികൾ പ്രവേശനം നേടിയിരിക്കുന്നു എന്നുള്ളതാണ്. എന്തുകൊണ്ടാണ് ഇത്തരത്തിലുള്ള സ്ഥിതിവിശേഷം മലബാർ മേഖലയിൽ ഉണ്ടാകുന്നത്? മലബാർ മേഖലയിലെ A+ വാങ്ങിയ കുട്ടികൾക്ക് വരെ ഇങ്ങനെ സീറ്റ് ലഭിക്കാത്തൊരു സാഹചര്യത്തിലും ഇതൊക്കെ നടക്കുന്നത് തന്നെയാണ്, പതിവ് കാഴ്ചകളാണ് എന്ന് പറഞ്ഞു പോകുന്ന വിദ്യാഭ്യാസ മന്ത്രി വലിയ കഷ്ടമാണ് നിങ്ങളുടെ കാര്യമെന്ന് പറയാതിരിക്കാൻ കഴിയില്ല ശിവൻകുട്ടി. കാരണം കുട്ടികളുടെ വിദ്യാഭ്യാസത്തെ, അവരുടെ ഭാവിയെ ഇങ്ങനെ അവതാളത്തിലാക്കുന്ന തരത്തിലേക്കുള്ള നിങ്ങളുടെ വിദ്യാഭ്യാസ സമ്പ്രദായമുണ്ടല്ലോ, ഇത് മാറ്റിമറിക്കേണ്ടിയിരിക്കുന്നു. 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികൾക്കും എഴുതുന്ന കുട്ടികളും മുഴുവനും പാസ്സാകുന്ന ഒരു സ്ഥിതിവിശേഷത്തിലേക്ക് നിങ്ങൾ കൊണ്ടെത്തിച്ചില്ലേ? കൃത്യമായി പഠിക്കുന്നവരെ, അങ്ങനെ പഠിച്ച് പരീക്ഷ എഴുതി പാസ്സാകുന്നവരെ മാത്രം നിങ്ങൾ കൊണ്ടുവരാത്തത് എന്താ? അങ്ങനെയായിരുന്നെങ്കിൽ ഈ 99.99 എന്ന് പറയപ്പെടുന്ന വലിയ വിജയ ശതമാനത്തിൻ്റെ കണക്ക് കാണിച്ച്, അല്ലെങ്കിൽ അത് പെരുപ്പിച്ച് കാണിച്ച് നിങ്ങൾക്ക് ജനങ്ങളുടെ ഇടയിൽ, കുട്ടികളുടെ ഇടയിൽ ആളാകാൻ കഴിയില്ലല്ലോ. കഷ്ടമാണ്, ഗതികേടാണ്. വിദ്യാഭ്യാസ രീതി തന്നെ മാറേണ്ടിയിരിക്കുന്നു. വിദ്യാഭ്യാസ സമ്പ്രദായത്തിനെ തകർത്ത് തരിപ്പണമാക്കിയിരിക്കുന്നു ഇടതുപക്ഷ ജനാധിപത്യ സർക്കാർ എന്ന് പറയേണ്ടിയിരിക്കുന്നു. ഇത്രത്തോളം തരംതാണ് പോകുന്ന ഒരു സംവിധാനം. ഇങ്ങനെയാണോ പരീക്ഷാ ക്രമീകരണങ്ങൾ ഉണ്ടാക്കേണ്ടത്, പരീക്ഷകൾ നടത്തേണ്ടത്? പരീക്ഷ നടത്തിയതിനു ശേഷം ചോദ്യപേപ്പർ ഇവാലുവേഷൻ നടക്കുന്നതടക്കമുള്ള കാര്യങ്ങളിൽ ഇങ്ങനെയാണോ നടത്തേണ്ടത്? ഇങ്ങനെയല്ല നടത്തേണ്ടത് എന്നുള്ളതാണ്. കൃത്യമായി സ്വന്തം പേര് പോലും എഴുതാൻ അറിയാത്തവർ പോലും ഇവിടെ കടന്നു വരുന്നു. SSLC പാസ്സായി 10ാം ക്ലാസ് ജയിച്ചു എന്ന് പറഞ്ഞു വരുന്ന ഒരു സ്ഥിതിവിശേഷം ഉണ്ടായിരിക്കുന്നു. അതാണ് മാറ്റേണ്ടത്. നിങ്ങൾ മൂല്യനിർണ്ണയം നടത്തുമ്പോൾ, പരീക്ഷാ മൂല്യനിർണ്ണയം നടത്തുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, വിദ്യാർത്ഥിക്ക് ഈ വിഷയത്തെക്കുറിച്ച് എന്തെങ്കിലും തരത്തിലുള്ള അവഗാഹമുണ്ടോ? എഴുതുന്ന ഉത്തരങ്ങൾ കൃത്യമാണോ? കൃത്യമാണെങ്കിൽ മാത്രം മാർക്ക് നൽകൂ. അങ്ങനെ പഠിച്ചു വളരുന്ന ഒരു വലിയ വിദ്യാഭ്യാസ ശൃംഖലയിലൂടെ, വലിയ വിദ്യാഭ്യാസ മേഖലയിലൂടെ നല്ല കുട്ടികളായി, നല്ല പൗരന്മാരായി ഒരു വലിയ സമൂഹത്തെ നമുക്ക് വാർത്തെടുക്കാൻ കഴിയണം. അല്ലാതെ എല്ലാവരെയും, അക്ഷരജ്ഞാനം പോലും ഇല്ലാത്തവരെ കൂടി ജയിപ്പിച്ചു വിടുന്ന ഈ 10ാം ക്ലാസ്സിലെ ഒരുതരം സമ്പ്രദായമുണ്ടല്ലോ, നിങ്ങളതിനെ രാഷ്ട്രീയപരമായി ഉപയോഗിക്കുന്നു എന്ന് പറയേണ്ടിയിരിക്കുന്നു. കുട്ടികളുടെ ഭാവിയെ ഇങ്ങനെ തുലാസിലാക്കി നിർത്തിക്കൊണ്ട് ഇത്തരത്തിലൊരു സ്ഥിതിവിശേഷം ഉണ്ടാക്കരുത്. മൂല്യനിർണ്ണയങ്ങൾ കൃത്യമായി നടത്തി പാസ്സാകാൻ കഴിയുന്നവരെ, വിജയിക്കുമെന്ന് ഉറപ്പുള്ളവരെ, ഈ വിഷയത്തെക്കുറിച്ച് കൃത്യമായ അറിവുള്ളവരെ നിങ്ങൾ പാസ്സാക്കൂ, വിജയിപ്പിക്കൂ. അവർ പുതിയ പുതിയ മേഖലകളിലേക്ക് പഠിച്ചു കയറട്ടെ. അങ്ങനെ വരുമ്പോൾ നിങ്ങൾ ഇപ്പോൾ കാണുന്ന ഈ സ്ഥിതിവിശേഷം, +1 അഡ്മിഷൻ ലഭിക്കുന്നില്ല എന്നുള്ളൊരു സ്ഥിതിവിശേഷം ഉണ്ടാകില്ല. എല്ലാവർക്കും സർക്കാർ സ്കൂളുകളിൽ പഠിക്കുവാനുള്ള അവസരങ്ങൾ അതിലൂടെ ലഭിക്കും. ഇവിടെയുള്ള ഭൂരിപക്ഷം വരുന്ന ജനങ്ങൾക്കും ഒരിക്കലും ഈ അൺഎയ്ഡഡ് സ്കൂളുകളിൽ പോയി വലിയ തുക കൊടുത്ത് അവിടെ പഠിക്കുവാനുള്ള ശേഷിയില്ല എന്ന് മറന്നു പോകരുത്. സാധാരണക്കാരുടെ മക്കൾ സർക്കാർ സ്കൂളുകളിൽ പഠിക്കേണ്ടവരാണ്. അവർക്ക് പഠിക്കുവാനുള്ള അവസരം ഉണ്ടാക്കി കൊടുക്കേണ്ടതാണ്. അങ്ങനെ പഠിച്ചു മിടുക്കന്മാരായിരിക്കുന്ന A+ മുഴുവനും വാങ്ങിയ കുട്ടികൾക്ക് ഒരു അഡ്മിഷൻ ലഭിക്കുന്നില്ല എങ്കിൽ അവരുടെ ഭാവി അവതാളത്തിലാകുകയാണ്. അത്തരത്തിൽ അവതാളത്തിലാക്കി കളയരുത് ശിവൻകുട്ടി. നിങ്ങളിങ്ങനെ പരിഹാസ രൂപേണ സമരത്തെക്കുറിച്ച് പറയുന്നത് പോലെയല്ല കുട്ടികളുടെ ഭാവി ജീവിതം എന്ന് മനസ്സിലാക്കുക.